ഹായ് ഫ്രണ്ട്സ്, പൂക്കളം എന്ന ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്ന് നമ്മൾ വരയ്ക്കാൻ പോകുന്നത് ഗണപതി ഭഗവാന്റെ ഒരു പൂക്കളമാണ്. അപ്പോൾ അതിനകത്ത് നമ്മൾ ചെയ്യേണ്ടതെന്ന് പറഞ്ഞാൽ പഴയ വീഡിയോയിൽ പറഞ്ഞ പോലെ ആദ്യം നമ്മൾ പൂക്കളം ഒരു സർക്കിളായിട്ട് വരയ്ക്കുക. മിക്കവാറും നമ്മൾ പൂക്കളം ചെയ്യുമ്പോൾ ആദ്യം നമ്മൾ സർക്കിളാണല്ലോ വരയ്ക്കുന്നത്. അതുപോലെ തന്നെ ഇവിടെയും നമ്മളൊരു സർക്കിൾ വരച്ചു. ഇനി ചെയ്യേണ്ടത് എന്തെന്ന് പറയുമ്പോൾ ആ പടത്തിൽ കണ്ടിരിക്കും പോലെ രണ്ട് ചരിച്ച് റാ പോലെ ഇങ്ങനെ വരയ്ക്കുക. ഇതെല്ലാവർക്കും ചെയ്യാൻ പറ്റുന്നതാണ്. ഇപ്പോൾ പടം വരയ്ക്കാൻ അറിയാത്തവർക്കും ഈ ഞാൻ തരുന്ന ഇൻഫർമേഷൻസൊക്കെ വെച്ച് എല്ലാവർക്കും വരയ്ക്കാൻ പറ്റും. നിങ്ങൾ പരിശ്രമിച്ച് നോക്കുക, നിങ്ങൾക്ക് എന്തായാലും സാധിച്ചെടുക്കാൻ പറ്റും. ഇനി അടുത്ത ചെയ്യേണ്ടത് നമ്മൾ ചെയ്യേണ്ടതെന്ന് പറഞ്ഞാൽ ആ പടത്തിൽ കണ്ടിരിക്കും പോലെ തുമ്പിക്കൈക്ക് വേണ്ടി നമ്മൾ എന്താ ചെയ്യുക, ഒരു രണ്ട് വരകൾ ആ പടത്തിൽ കണ്ടിരിക്കും പോലത്തെ ചരിച്ചും ഒരെണ്ണം റൈറ്റ് സൈഡിലുമായിട്ടുള്ള ആ വരകൾ കറക്റ്റായിട്ട് ഞാൻ പടത്തിൽ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അതും വരയ്ക്കുക. ഇനി നമ്മൾ ആ തുമ്പിക്കൈ ജോയിൻ ചെയ്യുക. ആ ജോയിൻ ചെയ്യുന്ന ഒരു കുറച്ച് വളച്ചാണ് ഞാൻ ജോയിൻ ചെയ്യുന്നത്. പടത്തിൻ്റെ ഭംഗി കൂട്ടാനാണ് ഇങ്ങനെ ജോയിൻ ചെയ്യാൻ പറഞ്ഞത്. ഓക്കെ, ഇനി നമ്മൾ എന്താ പറയുക, ആ ചെവി വരയ്ക്കുക. നമ്മൾ ഗണപതി ഭഗവാന്റെ ചെവി വരയ്ക്കാൻ വേണ്ടി വലത് സൈഡിലോട്ട് ഒരു ചെറുതായിട്ടൊരു വര കണ്ടിട്ടല്ലോ, അത് വരയ്ക്കുക. ഇനി നമ്മൾ ആ ചെവി ജോയിൻ ചെയ്യുക. ആ വരച്ച വര റൈറ്റ് സൈഡിലോട്ട് ഒന്ന് ചരിച്ച് ജോയിൻ ചെയ്യുക. അപ്പോൾ നമുക്ക് ആ ചെവിയുമായി ഇനി ചെവി വരച്ചു കഴിഞ്ഞ ശേഷം ഇനി നമ്മൾ ലെഫ്റ്റ് സൈഡിലെ ചെവി വരയ്ക്കാനായിട്ട് നേരത്തെ വരച്ച പോലത്തെ ഒരു ചെറിയതായിട്ടുള്ള ഒരു വര വരയ്ക്കുക. എന്നിട്ട് നമ്മൾ എന്താ ചെയ്യുക, ആ ചെവി ജോയിൻ ചെയ്യുക. ഓക്കെ, ചെവി നമ്മളിപ്പോൾ ജോയിൻ ചെയ്ത് കഴിഞ്ഞു. ഇനി നമ്മൾ അടുത്ത് ചെയ്യേണ്ടത് എന്താണെന്ന് പറഞ്ഞാൽ നമ്മൾ ഗണപതി ഭഗവാന്റെ ആ വയറ് കണക്കൊരു രൂപമാണത്. ആ വയറ് കണക്കിങ്ങനെ റൗണ്ടിന് താഴോട്ട് വരയ്ക്കുക. ഫിഗർ തന്നിട്ടുണ്ട്. ഇനി നമ്മളൊരു ചെറുതായിട്ടൊരു കൈ കാണിക്കാൻ വേണ്ടി ചെറുതായിട്ട് ലെഫ്റ്റ് സൈഡിൽ ഒരു ചെറിയൊരു റാ വരച്ചിട്ടുണ്ട്, അത് വരയ്ക്കുക. അതുപോലെ തന്നെ വലതുവശത്തും ആ നേരത്തെ വരച്ചതുപോലെ തന്നെ വരയ്ക്കുക. ഓക്കെ, ഇനി നമ്മൾ കാല് വരയ്ക്കാനായിട്ട് ഒരു പ്രത്യേക തരം ശൈലിയിൽ ലെഫ്റ്റ് സൈഡിൽ ഒന്ന് ചരിച്ച് വരച്ച ശേഷം അത് ജോയിൻ ചെയ്യും. എല്ലാ ഫിഗറും തന്നെ തന്നിട്ടുണ്ട്. റൈറ്റ് സൈഡിലും അതുപോലെ തന്നെ, പക്ഷേ ഒന്ന് താഴ്ത്തിയാണ് ഞാൻ വരച്ചിരിക്കുന്നത്. അതൊന്ന് ശ്രദ്ധിച്ച് നോക്കുക. ആ ഡിസൈൻ പൂർണ്ണമാക്കാനാണ് ഞാൻ ഒന്ന് താഴ്ത്തി വരച്ചത്. ഓക്കെ, ഇനി പൂക്കളം വരച്ചതിന് ശേഷമുള്ള ഒരു ഇമേജ് ഞാനിവിടെ കാണിച്ചിട്ടുണ്ട്. ഇമേജ് നോക്കി നിങ്ങൾക്ക് മനസ്സിലാവും. ഞാൻ ആ ഔട്ട്ലൈൻ വരച്ചില്ലേ, ഗണപതി ഭഗവാന്റെ ഔട്ട്ലൈൻ വരച്ചതിലെല്ലാം ഞാൻ വെള്ള പൂവിട്ടാണ് ആ ഔട്ട്ലൈൻ ഫില്ല് ചെയ്തേക്കുന്നത്. അതിനകത്ത് തെങ്ങിൽ നിന്ന് കിട്ടുന്ന അതിനകത്ത് പൂങ്കുല ആ തെങ്ങിൽ നിന്ന് കിട്ടുന്നത് ഇടുക. പിന്നെ ഔട്ട്ലൈനായിട്ട് വെള്ളപ്പൂവ് ഇടുക. പിന്നെ പുറത്തായിട്ട് നമ്മൾ എന്താ ചെയ്യേണ്ടതെന്ന് പറഞ്ഞാൽ ചുമന്ന പൂവ് ആ വട്ടം ഫില്ല് ചെയ്യാനായിട്ട് ചുമന്ന പൂവ് ഇടുക. അപ്പോൾ ഇതുപോലത്തെ നല്ലൊരു പൂക്കളം നമുക്ക് ചെയ്തെടുക്കാൻ സാധിക്കും. അപ്പോൾ നിങ്ങളുടെ അഭിപ്രായം, ഈ വീഡിയോയെക്കുറിച്ചുള്ള അഭിപ്രായം നിങ്ങൾക്ക് കമൻറ്റ് ചെയ്യാവുന്നതാണ്. അപ്പോൾ ഈ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു. ഇനിയും ഒരുപാട് നല്ല നല്ല ഡിസൈനുകൾ ലഭിക്കാനായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഒപ്പം ഈ വീഡിയോ മറ്റുള്ളവരിലേക്കും ഷെയർ ചെയ്ത് കൊടുക്കുക. ഇനിയും മറ്റൊരു വീഡിയോയുമായിട്ട് കാണുന്നത് വരെ, ഇറ്റ്സ് ബൈ ഫ്രം പൂക്കളം ടീം.